നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദർശനെ, നമുക്കിനി ഒന്നും പേടിക്കാനില്ല. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. എന്താടോ, തനിക്ക് വിഷമമായോ? നമ്മുടെ പ്ലാനിങ് വിചാരിച്ച പോലെ നടന്നില്ല. സാരമില്ല, നമുക്ക് ശരിയാക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. അടുത്ത ദിവസം എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടക്കും. ഞാനല്ലേ പറയുന്നേ. ആ വീണയ്ക്ക് എന്താ നിന്നോട്? എനിക്കറിയില്ല. എനിക്ക് അവളുടെ ചില നേരത്തെ പ്രവൃത്തി തീരെ പിടിക്കുന്നില്ല. നീയും അതിനൊപ്പിച്ച് താളം ചവിട്ടുന്നുണ്ട്. എടി, അത് നിന്റെ തോന്നലാ. തോന്നലായ നിനക്ക് നല്ലത്. ദേ ഇങ്ങോട്ട് നോക്ക. നാളെ അതിരാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണം. നാളെ തന്നെ കല്യാണം നടക്കണം. ഇനി മാറില്ലല്ലോ. ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടായാ പിന്നെ എന്റെ പിറകെ വന്നേക്കരുത്. ശ്രേ, ഞാനല്ലേ പറയുന്നേ. നീ ധൈര്യമായിട്ട് പോ. ഇവിടെ നിന്ന് ആരെങ്കിലും കാണും. നീ പൊയ്ക്കോ, വേഗം പോ. നാളെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നടക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. ആരെങ്കിലും കാണുന്നതിന് മുന്നേ പൊയ്ക്കോ. പോകാൻ പോ. എന്തുപറ്റി ഗീതമ്മേ? എന്താ എന്തുപറ്റി? എഴുന്നേക്ക്. വയ്യ മോളെ, എനിക്ക് നടുവനക്കം വയ്യ. എണീക്കാൻ പറ്റുന്നില്ല. എന്റെ കൈ പിടിച്ചോ, എന്നിട്ട് പതുക്കെ എഴുന്നേക്ക്. വാ, പതുക്കെ. അയ്യോ രൂപേഷേട്ടാ, രൂപേഷേട്ടാ നിങ്ങൾ വന്നേ. പതുക്കെ. അയ്യോ അയ്യോ രൂപേഷേട്ടാ, എഴുന്നേക്ക്. വാ, പതുക്കെ എഴുന്നേക്ക്. വേണ്ട മോളെ, ആരെയും വിളിക്കണ്ട. എന്നെ ഒന്ന് മുറി കൊണ്ടുപോയി കിടത്തിയാ മതി. അത് പറ്റില്ല. ഈ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീണിട്ട് മുറി കൊണ്ടുപോയി കിടത്താനോ? ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചേ പറ്റൂ. അതൊന്നും വേണ്ട. നീ എന്നെ മുറി കൊണ്ടുപോയി കിടത്ത്. അയ്യോ അയ്യോ, നടക്ക്. പതുക്കെ. അയ്യോ, പതുക്കെ പതുക്കെ. കിടന്നു. അയ്യോ ഗീതമ്മേ, ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ വേണ്ട, തീരെ വയ്യെങ്കിൽ പിന്നീട് പോവാം. മോളെ, തൽക്കാലം ഇത് വേണോട് പറയണ്ട. എനിക്കെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ പിന്നെ അവളെന്നെ അനങ്ങാൻ വിടില്ല. കുറച്ചേരം കിടക്കട്ടെ. വേദനയ്ക്ക് അടിക്കുന്ന സ്പ്രേ ഇരിപ്പുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം. ദർശനേ, അടുക്കളയിലെ കാര്യം
ഗിരിജയൻ രഞ്ജിനി അടുക്കളയില് ഒരു ജോലിയും ചെയ്യാൻ കയറില്ലെന്ന് മോക്കറിയാലോ. അതൊന്നും ഗിരിജയൻ രഞ്ജിനി അടുക്കളയില് ഒരു ജോലിയും ചെയ്യാൻ കയറില്ലെന്ന് മോക്കറിയാലോ. അതൊന്നും ഓർത്ത് ഗീതമാമ വിഷമിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഇവിടെ അനങ്ങാതെ കിടക്ക്. ഞാനിപ്പോ വരാം. ദർശൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അതോ പരീക്ഷ എഴുതാത്തോണ്ടുള്ള വിഷമം കൊണ്ടാണോ? താൻ IPS കാര്യമായാലും വീട്ടു ജോലിക്കാരി ആയാലും എന്റെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കില്ല. ഒരു സിനിമയിൽ പറയുന്ന കേട്ടിട്ടില്ലേ? വേലക്കാരി ആയിരുന്നാലും അല്ല ആയിരുന്നാലും എന്നിട്ടെന്താ കിട്ടി. വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. പരീക്ഷ എഴുതാത്തതില് എനിക്ക് ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. IPS കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിലെ മഹാറാണി എന്നും ദർശന തന്നെയാ. വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. അയ്യോ